സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ വചനാഭിഷേകത്തിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ഉച്ച സമയത്ത് 40 ദിവസത്തേക്ക് ഈ നോമ്പുകാലത്തിലെ ഭക്ഷണം കഴിക്കാതെ ഈ ഉച്ച സമയം വെളിപാടിൻ്റെ 1:3 വിശുദ്ധ യോഹന്നാനിൽ ലഭിച്ച വെളിപാട് 1:3 അഭിഷേകവുമായിട്ട് ഈ 40 ദിവസം നമ്മൾ ഈ ഗ്രന്ഥം വായിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിക്കുന്നത് അധ്യായം 3, വിശുദ്ധ യോഹന്നാനിൽ ലഭിച്ച വെളിപാട് അധ്യായം 3. കുടുംബമൊട്ടാകെ കൊച്ചുമക്കളും വലിയവരും എല്ലാവരും ചേർന്ന് ഉറക്കെ നമ്മൾ വായിക്കുകയാണ്. സാർദീസിലെ സഭയ്ക്ക് ഒരുമിച്ച് വായിക്കാം, ഉറക്കെ വായിക്കാം. സാർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക. ദൈവത്തിന്റെ സത്താത്മാക്കളും സത്താത്മാക്കളുമായവൻ പറയുന്നു, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെ കുറിച്ച് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് സ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുകയില്ല. എന്നാൽ വസ്ത്രങ്ങൾ മലിനമാക്കിയില്ലാത്തവരായി കുറെ പേർ സാർദീസിൽ നിലവിലുണ്ട്. അവർ ധവള വസ്ത്രധാരികളായി എന്റെ കൂടെ നടക്കും. അവർ അതിന് യോഗ്യരാണ്. വിജയം വരിക്കുന്നവനെ വെള്ള വസ്ത്രം ധരിപ്പിക്കും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. എന്റെ പിതാവിന്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവന്റെ നാമം ഞാൻ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഫിലഡൽഫിയയിലെ സഭയ്ക്ക്, ഫിലഡൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക. പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുൻപിൽ ആർക്കും കൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എന്റെ വചനം കാത്തു. എന്റെ നാമം നിഷേധിച്ചതുമില്ല. ഇതാ യഹൂദരാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണയന്മാരായി നടക്കുകയും ചെയ്യുന്ന സാത്താന്റെ സിനഗോഗിൽ നിന്നുള്ള ചിലർ, അവരെ ഞാൻ നിന്റെ കാൽക്കൽ വരുത്തി കുമ്പിടിക്കും. അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അവർ ഗ്രഹിക്കും. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എന്റെ വചനം നീ കാത്തു. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. വിധിയെ വഹിക്കുന്നവനെ ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു സ്തംഭമാക്കും. അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല. അവനെ എന്റെ ദൈവത്തിന്റെ നാമവും ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വിട്ട് ഇറങ്ങി വരുന്ന പുതിയ ദർശനമാകുന്ന ദൈവനാമത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ എഴുതും. ആത്മാവ് സഭകളോട് അരുൾ ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലവോദീക്കയിലെ സഭയ്ക്ക്, ലവോദീക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുൾ ചെയ്യുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണയാകയാൽ നിന്നെ ഞാൻ എന്റെ നാവിൽ നിന്ന് തുപ്പിക്കളയും. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക്
സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നീ ധനികനാണ്, അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിനുള്ള കണ്ണിൽ എഴുതാനുള്ള അഞ്ചലവും എന്നോട് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവരാകുക, അനുദപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവരെ അടുത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഞാൻ വിജയം വരിച്ച് എന്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കും. ആത്മാവ് സഭകളോട് അരുളിച്ചെയ്യുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഈ ഉച്ച സമയം ഭക്ഷണം കഴിക്കാതെ ആ സമയമാകുമ്പോൾ പല അമ്മച്ചിമാരും സിസ്റ്ററോട് പറഞ്ഞു, ഉച്ച സമയം, ആ ഭക്ഷണത്തിന്റെ സമയം വെളിപാടിന്റെ പുസ്തകം എടുത്ത് വായിക്കണമെന്ന് വലിയൊരു ആവേശവും ദാഹവും ആർത്തിയും തീക്ഷ്ണതയും വരുന്നു. ആ സമയത്തിന് എന്തോ വചനം വായിക്കാൻ അടിമപ്പെട്ടതുപോലെ. പലപ്പോഴും സിസ്റ്റർ യാത്രയിലാണെങ്കിൽ സിസ്റ്ററിന്റെ കൂടെയുള്ള പല പ്രേക്ഷകരും സിസ്റ്ററിനെ ഓർമ്മപ്പെടുത്തും, സമയം 12:30 അല്ലെങ്കിൽ 1 മണിയായി, സിസ്റ്റർ വെളിപാടിന്റെ പുസ്തകം വായിക്കാനുള്ള സമയമായി. പ്രിയപ്പെട്ട ഈശോ സ്നേഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം ഉറക്കെ വായിക്കുമ്പോൾ നമ്മുടെ കുടുംബവും ഈ ചുമരുകൾ പോലും വിശദീകരിക്കപ്പെടുന്ന അവസ്ഥ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. വെളിപാട് 1:3 സർവ്വ അനുഗ്രഹവും സമൃദ്ധിയും കർത്താവിന്റെ കൃപയും, കൃപ കണ്ടെത്തുകയാണ്. നമ്മൾ വചന വായനയിലൂടെ കർത്താവിന്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തുകയാണ്. ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.